ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടൈം ബോക്സിങ്. ഇതാണ് സംഭവം. നമ്മൾ നമ്മളുടെ ഗോളുകൾ അത് ഷെഡ്യൂൾ ചെയ്യുക കറക്റ്റായിട്ട്. സാധാരണ നമ്മൾ എഴുതി വെക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ഇത് ചെയ്ത് വെക്കുക, ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. പക്ഷെ ഇവിടെ ടൈം അനുസരിച്ചാണ് പോകുന്നത്. ഡേറ്റ് ആദ്യം എഴുതുക, പിന്നെ ടോപ്പ് 3 പ്രയോറിറ്റീസ്. നമുക്ക് വേണമെങ്കിൽ 5 ഒക്കെ വേണമെങ്കിൽ ആക്കാം. ഇതെങ്ങനെ വേണം ഡിസൈൻ ചെയ്യാം. ഇതിനകത്ത് 3 ഉള്ളൂ. പിന്നെ ഗോൾ ഓഫ് ദ ഡേ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗോളുകൾ എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. പിന്നെ ഇപ്പറേ ടൈം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ വരുമല്ലോ, ഐഡിയാസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എഴുതി വെക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ആളും നിങ്ങളുടെ കാര്യങ്ങൾ വേഗം നടന്നു തുടങ്ങും. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇലോൺ മസ്കും അതുപോലെ വേൾഡിലെ വലിയ വലിയ റിച്ചസ്റ്റ് ആൾക്കാരെല്ലാം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ബിൽ ഗേറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതേപോലെ ടൈം ബോക്സ് ഡെയിലി ഷെഡ്യൂളാണ്. ഇതുപോലെ വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് ഡെയിലി ഇല്ലാത്ത ഒരാൾക്ക് വീക്ക്ലിയും കാണുകയില്ല, മന്ത്ലിയും കാണുകയില്ല. സാധാരണ പൂറായിട്ടുള്ള ആൾക്കാർക്ക് ഡെയിലി ഗോളൊന്നും കാണുകയില്ല. അവർക്ക് അന്നത്തെ ഒരു വരുമാനമാണ് അവർ നോക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ്സിന് ഒരു മാസാവസാനം എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. പക്ഷെ ഒരു സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്ക് 5 to 10 years വെൽ പ്ലാൻഡ് ആയിരിക്കും അവർ. ഇപ്പം ഇത് സാധാരണ മനുഷ്യനും അതില്ല, പക്ഷെ ഈ സാധാരണ മനുഷ്യനും അതാവാൻ പറ്റും. പക്ഷെ ആദ്യ സ്റ്റെപ്പ് നമുക്ക് ഡെയിലി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഡെയിലി ഇത് എഴുതി കഴിയുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് പതുക്കെ വീക്ക്ലി ഒരു പ്ലാൻ ആവും. വീക്ക്ലി എഴുതി തുടങ്ങി മന്ത്ലി ആവും, പിന്നെ ഇയർലി ആവും. അങ്ങനെ നമ്മൾ കണ്ടാൽ സാധാരണ മനുഷ്യനും ഈ പറഞ്ഞ ആളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവരുടെ ചിന്തിക്കുന്ന രീതിക്കകത്ത് ഭയങ്കര വ്യത്യാസമായിരിക്കും. അവരുടെ വിഷൻ കംപ്ലീറ്റ് വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇലോൺ മസ്കിനൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഒക്കെ പറ്റുന്നത്. നിങ്ങൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക ഫയലായിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 5/8 ഡേറ്റ് 2024. ഇന്നത്തെ ഗോളുകൾ മുഴുവൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അടുത്ത 6-ാം തീയതിയിലെ നാളത്തെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ളിൽ ഇത് ഫില്ലാക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി വർക്കിംഗ് ഡേ എന്നാണ് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി വർക്കിംഗ് ഡേ തീർന്നിരിക്കണം. എന്നിട്ട് നമ്മൾ കിടക്കുമ്പോഴും നമുക്ക് മനസ്സിൽ ഇതുണ്ട്, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ നടക്കേണ്ട കാര്യങ്ങൾ ടഫാണെങ്കിൽ പോലും നടന്നു തുടങ്ങും. കാര്യം നമുക്ക് ഗോളോടുകൂടി നമ്മൾ ഉറങ്ങുന്നത്. സബ് കോൺഷ്യസിന്റെ പവർ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ഇപ്പം ഞാനൊരു ഒരാളെ കാണുമ്പോൾ അത് സാധാരണക്കാരനാണെങ്കിൽ പോലും അയാളെ ഒരു സാധാരണക്കാരനായിട്ടല്ല ഞാൻ കാണുന്നത്. അയാൾക്കും ഇതുപോലെ കഴിവുകളുള്ള ആളാണ്. അയാളുടെ ക്രിയേറ്റിവിറ്റി അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആക്കിയിരിക്കുകയാണ് സൊസൈറ്റി. നമ്മളത് റീറൈറ്റ് ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസ് ഉണ്ടെന്നും കോൺഷ്യസ് ഉണ്ടെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അപ്പം പലരും പല വീഡിയോയിലും പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടോ, സംശയമാണ്, ഇത് വർക്ക് ചെയ്യുമോ എന്നൊക്കെ. ഉണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ലോ ഓഫ് ഗ്രാവിറ്റി പോലെ ഉള്ളൂ. ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ സക്സസ് ആകാത്തതിന്റെ കാരണം പലതും ഈ ഡെയിലി ഗോളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വ്യക്തതയില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം നിങ്ങളിതെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഗുണങ്ങളും എല്ലാം. പറഞ്ഞ് മനസ്സിലാകുമ്പം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതെല്ലാം പിടികിട്ടും. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക, പ്ലാൻ ചെയ്യുക, അടുത്ത ദിവസം തന്നെ ഇതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ആപ്പൊക്കെ ഉണ്ട്, ഇത് നമുക്ക് ഫോണിലൊക്കെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത്, അല്ലെങ്കിൽ പൈസയാവും, അത് വർഷമോ മാസമൊക്കെ അടച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുക. പല രീതിയിൽ നമുക്ക് പിന്നെ വീക്ക്ലി എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പതുക്കെ മന്ത്ലി ഗോൾ ആവും. പിന്നെ അത് കഴിഞ്ഞ് മന്ത്ലി ഗോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഇയർലി ഗോളിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ ലോങ് ടേം ഗോളിലോട്ട് കിടക്കാൻ പറ്റും. അങ്ങനെ 2%, ലോകത്ത് 2% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ 5 to 10 years പ്ലാൻ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അത് അങ്ങനെ സംഭവമേ ഇല്ല. നിങ്ങൾക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം.
ഇതിന് ഞാൻ ബേബി സ്റ്റെപ്പ് എന്ന് പറയും. ചെറിയൊരു സ്റ്റെപ്പ് മതി, പക്ഷെ ആ ചെറിയൊരു സ്റ്റെപ്പ് പിന്നെ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ ഓരോ ബേബി സ്റ്റെപ്പ് വെക്കും തോറും നിങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കും. ഈ സക്സസ് ആകാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവം ഹാർഡ് വർക്ക് ഒന്നും അല്ല ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് എനിക്ക്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ PDF അങ്ങനെ പല കാര്യങ്ങളും ഞാനത് വാട്സപ്പിലൂടെ ഞാനത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഓരോന്നിനും ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ ഗുണങ്ങളാണ്. ഇപ്പോൾ യൂട്യൂബ് ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി അത് വേറെ പല കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ലിങ്ക് വഴി വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ രീതി ഈ ട്രാക്ക് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഉടനെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പിന്നീട് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ടീം ബിൽഡ് ചെയ്യുക. അങ്ങനെ ടീം ബിൽഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ടൈം ഫ്രീഡവും കിട്ടും, ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബൈ.